എക്സസൈസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കുഴഞ്ഞു വീണ് മരിച്ചു, അല്ലെങ്കിൽ ജിമ്മിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ട സമയത്ത് കുഴഞ്ഞു വീണ് മരിച്ചു. ഇത്തരത്തിലുള്ള വാർത്തകൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ശരിക്കും ജിമ്മിൽ പോകുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കാനായിട്ടുണ്ട്. ഒന്നാമതായിട്ട് നമ്മൾ വാമപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ വലിയ വെയിറ്റുകൾ എടുക്കാവൂ. ഒറ്റയടിക്ക് നമ്മൾ വലിയ വെയിറ്റ് എടുക്കാനോ ഹൈ ഇൻറ്റൻസിറ്റി ട്രെയിനിങ് ചെയ്യാനോ ശ്രമിക്കരുത്. വളരെ പതുക്കെ പതുക്കെ മാത്രം ചെയ്യാവൂ. ഇപ്പോൾ ഹൃദയമെടുപ്പ് നമ്മൾ പതുക്കെ പതുക്കെ ഉയരുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ ഹൃദയമെടുപ്പ് ട്രാക്ക് ചെയ്യുന്ന നല്ലതാണ്. വാച്ചുകളോ ബാൻഡുകളോ ഉപയോഗിച്ച് നമ്മുടെ ഹാർട്ട് റേറ്റ് മോണിറ്റർ ചെയ്യുക. നമ്മുടെ 220 മൈനസ് ഏജ് ആണ് നമ്മുടെ മാക്സിമം ഹാർട്ട് റേറ്റ് നമുക്ക് പറ്റുള്ളൂ. 220 എന്ന് പറയുമ്പോൾ ഹയർ ലിമിറ്റും ഏജ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രായവും. 220 മൈനസ് ഏജ്, ഇപ്പം 40 വയസ്സുള്ള ഒരു വ്യക്തിക്ക് 180 ഹാർട്ട് റേറ്റിൻ്റെ മുകളിലോട്ട് പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതൊരു നല്ലൊരു മാർഗ്ഗമാണ്. നമുക്ക് ഇത്തരത്തിലുള്ള എന്തൊരു അസുഖം വന്നാലും നമ്മൾ ആശുപത്രിയിൽ നല്ലവണ്ണം ചെലവ് വരാറുണ്ട്. അപ്പോൾ ഈ ഒരു ചെലവും കൂടെ ഹാൻഡിൽ ചെയ്യാൻ മിക്ക ആളുകൾക്കും പറ്റാറില്ല. ഈ ഇടയ്ക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഇതുപോലെ കുഴഞ്ഞു വീണ ഒരു വ്യക്തിക്ക് പൾസൊക്കെ തിരിച്ചു വിട്ടു, പക്ഷേ ഹോസ്പിറ്റൽ ICUവിൽ കുറേ ദിവസം കിടക്കേണ്ടതായിട്ട് വന്നു. അത് കാരണം 10 ലക്ഷം രൂപയോളം അദ്ദേഹത്തിന് ചിലവായി. പിന്നെ നോർമലായിട്ട് വീട്ടിൽ തിരിച്ചെത്തി, പക്ഷേ കടമായിട്ട് മാറി. ഇപ്പം ഞാൻ പറയുന്നത്, നമ്മളൊരു ചെറിയ തുക മാറ്റി വെച്ച് നമ്മൾ കൃത്യമായിട്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വയ്ക്കുക. അത് എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും തരത്തിലൊരു എമർജൻസി ഉണ്ടായാൽ നമുക്കറിയില്ല എപ്പോഴാണ് നമുക്ക് എമർജൻസി വരുന്നത്, എന്ത് അസുഖമാണ് നമുക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സമയത്ത് നമ്മുടെ ഒരു ഫൈനാൻഷ്യലായിട്ട് നമുക്ക് പേടിക്കാതിരിക്കാൻ വേണ്ടി ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വയ്ക്കുന്നത് വളരെയധികം നല്ലതാണ്. ഞാൻ ഇന്ന കമ്പനി എടുക്കണമെന്ന് പറയുന്നില്ല, പക്ഷേ നിങ്ങളുടെ ഇഷ്ടമുള്ള കമ്പനികളെ നിങ്ങൾ തന്നെ ഒരു തിരഞ്ഞെടുക്കാനായിട്ടുള്ള ഒരു ലിങ്ക് കൊടുക്കാം. ഇതിനകത്ത് ആക്ച്വലി ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അപ്രൂവ്ഡ് ആയിട്ടുള്ള ഹെൽത്ത് പോളിസികൾ ഇതിൻ്റെ അകത്തുണ്ട്. അത് നിങ്ങളുടെ കാര്യങ്ങളും ഡീറ്റെയിൽസും അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യയിലെ വിവിധ കമ്പനികളുടെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. നിങ്ങൾക്ക് തന്നെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള നിങ്ങളെ സെലക്ട് ചെയ്യുക. കാരണം നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് ക്യാഷ്ലെസ് ഫെസിലിറ്റി ഉള്ള ഒരു ഇൻഷുറൻസ് എടുക്കുന്നതാണ് നല്ലത്. 400 മുതൽ 500 രൂപ മുതൽ തുടങ്ങുന്ന പോളിസികൾ നമുക്ക് എടുക്കാൻ പറ്റും. ഏകദേശം 1 കോടി കവറേജ് വരെയൊക്കെ നമുക്ക് ലഭിക്കാം. ഇനി നിങ്ങളൊരു പ്രവാസിയാണെങ്കിൽ നിങ്ങളുടെ നാട്ടിലുള്ള കുടുംബത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി, പ്രത്യേകിച്ചും പ്രായമുള്ള ആളുകളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വയ്ക്കുക. ഈ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ ഒരു 18% GST ഒരു ഇളവ് നമുക്ക് ലഭിക്കും. എല്ലാവരും പൂർണ്ണ ആരോഗ്യവാന്മാരാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ നമ്മൾ റിയാലിറ്റി വരുന്ന സമയത്ത് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്, അല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടം വരുന്ന ധാരാളം ആളുകൾ നമ്മുടെ ഇടയിൽ ഉള്ളതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. എല്ലാ ടോപ്പ് കമ്പനികളും നോക്കി താരതമ്യം ചെയ്ത് 25% വരെ ഡിസ്കൗണ്ട് ലഭിക്കാവുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ലിങ്കാണ് ഞാൻ എൻ്റെ ബയോയിൽ കൊടുത്തിരിക്കുന്നത്. അത് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക.